സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് 3 ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ 2 പേരും, കോട്ടയത്ത് ഒരാളുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്നാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വിവിധയിടങ്ങളിലായി ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഈ ജില്ലകളിൽ വ്യാപകമായി മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ അർദ്ധരാത്രിയോടെയാണ് ഉരുൾപൊട്ടിയത്. ഇടുക്കി ജില്ലയിൽ 2 മരണവും കോട്ടയത്ത് 1 മരണവും റിപ്പോർട്ട് ചെയ്തു. കോട്ടയത്ത് കൂട്ടിക്കലിലെ കൊടുങ്ങയിലും പൂഞ്ഞാർ പയ്യാനിത്തോട്ടിലും മൂന്നിലവിലും കൊക്കയാറിലുമാണ് ഉരുൾപൊട്ടിയത്. ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പാലാ നഗരത്തിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയിലും മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പത്തനംതിട്ട തണ്ണിത്തോട് തുമ്പാക്കുളത്ത് ഉരുൾപൊട്ടിയതായി റിപ്പോർട്ടുണ്ട്. തണ്ണിത്തോട് തേക്കുതോട് ഭാഗങ്ങളിൽ വെള്ളം കയറി. അത് മാത്രമല്ല, റാന്നി പ്രദേശത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ്, കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി, പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ആദ്യം ഗോകുൽ രമേശിലേക്ക്. ഗോകുല്, റാന്നി മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലോ. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിൽ ഉരുൾപൊട്ടിയതായി റിപ്പോർട്ടുണ്ട്. തേക്കുതോട് ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുമുണ്ട്. തണ്ണിത്തോട് തൂമ്പാക്കുളത്താണ് ഉരുൾപൊട്ടിയതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? എന്തെല്ലാം മുൻകരുതലുകൾ, ജാഗ്രത ഒക്കെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്? ഗോകുൽ. വിനോദ്, പത്തനംതിട്ട ജില്ലയിൽ പ്രധാനമായിട്ടും റാന്നി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് റാന്നിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. റാന്നി ടൗണിന് നഗരത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ പ്രധാന റോഡിൽ വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ കാണുന്നത് NDRF ടീം രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ്. അവരവരുടെ ബോട്ടിൽ ഇപ്പോൾ ഒരുപറ്റം ആളുകളെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കരയ്ക്ക് ഈ വെള്ളം മാറിയ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അവർ മടങ്ങി പോവുകയാണ്. കൂടുതൽ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചെറുവള്ളങ്ങളിലുമൊക്കെ ആയിട്ട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ചെറിയ ആശങ്ക നൽകുന്നൊരു കാര്യം തന്നെയാണ്. പ്രധാനമായിട്ടും റാന്നി, കോന്നി ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് തണ്ണിത്തോട് ഭാഗത്ത് ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഒക്കെ റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാന നദികൾ ജില്ലയിലെ അച്ചൻകോവിലാർ, അതോടൊപ്പം തന്നെ പമ്പ, കക്കാട്ടാറ്, കല്ലാറ് തുടങ്ങിയിട്ടുള്ള പ്രധാന നദികളിലൊക്കെ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുകയാണ്. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് പൂർണ്ണമായിട്ടും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയോര മേഖലയിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. റാന്നി ഭാഗത്ത് പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അനൗൺസ്മെൻറ്റ്, സുരക്ഷാ നിർദ്ദേശം മുഴക്കിക്കൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കൃത്യമായിട്ട് മാറി താമസിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ മാറി താമസിക്കണം. അതോടൊപ്പം തന്നെ അടിയന്തര സഹായം ആവശ്യമുള്ള ആളുകൾ അത് കൃത്യമായിട്ട് ജനപ്രതിനിധികളെയോ പോലീസിനെയോ ഒക്കെ വിളിച്ച് ആ സഹായം ഉറപ്പാക്കണമെന്നുള്ളൊരു കാര്യവും കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റാന്നിയിൽ പല വീടുകളിലും ആളുകൾ ഇപ്പോഴും തങ്ങിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്നും പുറത്തേക്ക് വരാനാകാതെ കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ NDRFിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് നടന്നു വരുന്നുണ്ട്. അടിയന്തരമായിട്ട് ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമായിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ജില്ലയിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നദികൾ കരകവിഞ്ഞാണ് വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ അച്ചൻകോവിലാറും അതോടൊപ്പം തന്നെ പമ്പാ നദിയും ഒക്കെ പല ഭാഗങ്ങളിലും കരകവിഞ്ഞിട്ടുണ്ട്. ആറന്മുളയിലടക്കം വലിയ വെള്ളക്കെട്ട് പമ്പാ നദി കരകവിഞ്ഞ് ഈ ഘട്ടത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. റാന്നിയിൽ കടകളിൽ ഒക്കെ ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ മുമ്പ് കണ്ടു. ഈ പ്രിൻറ്റിംഗ് സ്ഥാപനങ്ങളിലുള്ള മെഷീനറികൾക്കടക്കം നാശം സംഭവിച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിലെ വസ്ത്രങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വെള്ളം കയറി നശിച്ചതായിട്ടുള്ള സാഹചര്യം. പഴക്കടകളും പച്ചക്കറി കടകളും ഒക്കെ ഉണ്ട്. അതൊക്കെ വെള്ളം കയറി അവിടെയുള്ള സാധന സാമഗ്രികളൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് വന്നാണല്ലേ? അതെ, എട്ടിയപ്പാറ. അവിടെ കുടുങ്ങിക്കിടക്കുമായിരുന്നു. അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അവിടെ കടകളെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ വെള്ളം കയറാതെ, ബാക്കി മൊത്തം വെള്ളം കയറി കടകളെല്ലാം ഫുള്ള് ഇതായി. വീട്ടിലൊക്കെ കയറിയോ? ഇല്ല, എൻ്റെ വീട് പത്തനംതിട്ട. രാത്രി വന്നതാണ് ഞാൻ. ഇതറിഞ്ഞുകൊണ്ട് രാത്രി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു.
അവിടെ പോയി ഞങ്ങൾ കടയിൽ സാധനം എല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴത്തെ പടപടാന്ന് വെള്ളം കയറി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് വരുമായിരുന്നു. എന്ത് കടയായിട്ട്? ഈ ജ്വല്ലറിയാണ്. സാധന സാമഗ്രികളൊക്കെ നാശം എല്ലാം മുങ്ങി. ഷോറൂം ഫുള്ള് ഏകദേശം മുമ്പ് ഇങ്ങനെ ഒരു 2018 വെള്ളത്തിനകത്ത് അതിനേക്കാൾ വെള്ളം അന്ന് വന്നായിരുന്നു. ഇപ്പം അത്രയില്ല. ഇപ്പം ഏകദേശം ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങുമ്പം അതിനേക്കാൾ ഒരു 6 അടി വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ 2018 വെള്ളത്തിൻ്റെ ഈക്വലാവും. കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങി കിടപ്പുണ്ട്? ഇല്ല, വീടുകളിൽ കുടുങ്ങി കിടപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ വെളുപ്പിലായതുകൊണ്ട് അത് ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? NDRF കൊണ്ടുവരുന്നത്? ഇപ്പം ഇങ്ങോട്ട് റാന്നി ഫയർഫോഴ്സിൻ്റെ ഡിങ്കിയില്ലേ അതല്ല വന്നത്. ശരി ചേട്ടാ. എന്തായാലും അദ്ദേഹം ഒരു ജ്വല്ലറി ഷോപ്പ് അക്കരെ നടക്കുന്നതാണ്, ഇട്ടിയപ്പാറ നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ മുഴുവൻ വെള്ളം കയറി എന്നുള്ളതാണ്, സാധനങ്ങളെല്ലാം നശിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വ്യാപാരികൾക്കൊക്കെ കനത്ത നഷ്ടം സംഭവിക്കുന്ന രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 2018 ഏറെക്കുറെ സമാനമായിട്ടുള്ളൊരു വെള്ളപ്പൊക്കത്തിലേക്ക് റാന്നി വീണ്ടും മാറിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇവിടെ ആളുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്നത്. അല്പം കൂടി വെള്ളം കയറുകയാണെങ്കിൽ 2018 സമാനമായ രീതിയിലേക്ക് വെള്ളം ഉയരുന്ന ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തെ ആളുകൾ തന്നെ, ഇവിടെ ഉള്ള പ്രദേശവാസികൾ തന്നെ നമ്മളോട് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാമെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളാണ്. വീടുകളിലടക്കം സമാനമായി തന്നെ ഉണ്ടായിരിക്കുന്നു. വീടുകളിൽ പല ആൾക്കാരും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. രാവിലെയോടുകൂടിയൊക്കെയാണ് വെള്ളം കയറി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് മാറാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ട് രക്ഷാപ്രവർത്തകർ കൃത്യമായിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫയർഫോഴ്സും NDRF ടീമും ഒക്കെ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സാധന സാമഗ്രികളൊക്കെ ഒലിച്ച് വന്ന് അത് പുറത്തിറക്കി ആ ചേട്ടനത് തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രമാത്രം ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് റാന്നിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. റാന്നി MLA പഴകുളം അത് തന്നെ അല്പസമയം നമ്മളോട് വ്യക്തമാക്കിയിരുന്നതാണ്. റാന്നിയിലൊരു ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എന്നും കൂടുതൽ രക്ഷാപ്രവർത്തന സേനകൾ എത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നും കൂടുതൽ വള്ളങ്ങളടക്കം ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. 2018 ഏറെക്കുറെ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ റാന്നി മാറിയിരിക്കുന്നു എന്നുള്ളത് MLA തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴയുടെ ശക്തി അല്പം ഒന്ന് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം തന്നെയാണ്. ഇന്നലെ രാത്രി ഉണ്ടായതുപോലെയുള്ള കനത്ത മഴ ഉണ്ടാകുന്നില്ല, എങ്കിൽ പോലും മഴ ഇടവിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം. എന്തായാലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾക്കാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പരിഗണന നൽകുന്നത്. അത് കൃത്യമായിട്ട് രാവിലെ തന്നെ ആരംഭിക്കാനായിട്ട് ജില്ലാ ഭരണകൂടത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിരാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ സേനകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തും, റാന്നി മേഖലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സമാന സാഹചര്യം തന്നെയാണ് ജില്ലയിൽ മറ്റു പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തണ്ണിത്തോട് കൊക്കത്തോട് ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളക്കെട്ടുണ്ടായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് മണിയാർ ഡാമിന് സമീപം ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് കനത്ത മഴയിലും കാറ്റിലും. ഒരു വീടിന് ഭാഗികമായിട്ടുള്ള നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം പല ഭാഗങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകളടക്കം കടപുഴകി വീണും മരങ്ങൾ കടപുഴകി വീണുമൊക്കെ റോഡ് ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്നു. റോഡിലേക്ക് വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആറന്മുള സത്രക്കടവ് ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതീവ രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. ഒപ്പം പല ഭാഗങ്ങളിലേക്കും ബസ് ഗതാഗതം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് റാന്നി ഭാഗത്തേക്കൊന്നും ബസ് ഓടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാരടക്കം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ പത്തനംതിട്ട പ്രത്യേകിച്ച് റാന്നി ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മഴ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സുരക്ഷാ നടപടികൾക്കാണ് ജില്ലാ ഭരണകൂടം നേതൃത്വം നൽകുന്നത്. എങ്കിലും പോലും ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ആശങ്കാജനകമായിട്ടുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെ കൃത്യമായിട്ട് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റ് വാഹനങ്ങളടക്കം അങ്ങനെ പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഉരുൾപൊട്ടൽ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് വനത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉരുൾപൊട്ടി വെള്ളവും മണ്ണും കല്ലുമൊക്കെ ജനവാസ മേഖലകളിലേക്ക് വന്നിരിക്കുന്നു. അത് തണ്ണിത്തോട് ഭാഗത്താണ് ആ സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റ് ആളപായം ഒന്നും തന്നെ എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തകർ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്നുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2018 ശേഷം അതേപോലെ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് പത്തനംതിട്ടയും പ്രത്യേകിച്ച് റാന്നിയും മാറുകയാണ്. പ്രധാനമായിട്ടും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ആ കനത്ത മഴയാണ്. അത് ആ മഴയിൽ ആണ് ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ റാന്നി കോന്നി മേഖലയിലേക്ക് വെള്ളം ഒഴുകി ചെല്ലുന്നതിന്
പമ്പയാറ്റിലേക്കാണ്, അത് ആറന്മുള ഭാഗങ്ങളിലൊക്കെ കൂടുതൽ വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ട്. ഇപ്പോൾ തന്നെ ആറന്മുള ഭാഗത്ത് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. സത്രക്കടവ് ഭാഗമൊക്കെ പൂർണ്ണമായിട്ടും മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഇവിടെയുള്ള ഈ വെള്ളമൊക്കെ ഒഴുകി ചെല്ലുന്നത് ആ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളപ്പൊക്കം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ആളുകൾ അവിടെയുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളെ കൂടി മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് കൺട്രോൾ റൂമുകൾ ഇതിനോടകം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് സുരക്ഷാ നമ്പറുകൾ, ഫോൺ നമ്പറുകൾ അടക്കം നൽകിയിട്ടുണ്ട്. ആ നമ്പറുകളിലൊക്കെ ആളുകൾക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കും. ഒപ്പം പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ജനപ്രതിനിധികളെയോ ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വിവരം അറിയിക്കണം എന്നുള്ളതാണ് അധികാരികൾ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടവും മറ്റ് അധികൃതരും ഒക്കെ നിർദ്ദേശമായിട്ട് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റാന്നി ഭാഗമാണ് ഏറ്റവും കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതം മനസ്സിലാകും. കാരണം മുട്ടറ്റം പൊക്കത്തിൽ ഈ തുടക്ക ഭാഗത്ത് തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. അങ്ങോട്ട് പോകും തോറും ആഴം കൂടുന്ന രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിനോദ്, എന്തായാലും മറ്റ് ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായി നിൽക്കുന്ന ഒരു കാര്യം. വിനോദ്, വ്യക്തമാണ്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളപ്പൊക്കം അനുഭവപ്പെടുകയാണ്. റാന്നി മേഖലയിലാണ് ശക്തമായ വെള്ളപ്പൊക്കം. പഴവങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തു. ആ മേഖലയിലും വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.